ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സെൻ എസ്റ്റിലോ എന്ന് പറയുമ്പോൾ 2 സെൻ എസ്റ്റിലോ ഉണ്ട്. മോഡൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ന്യൂ ഷേപ്പിൽ വന്നേക്കണം സെൻ എസ്റ്റിലോ ആണ്. 2010 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. സിംഗിൾ ഓണർ വാഹനം. അതുപോലെ തന്നെ നല്ല ബോഡി ക്വാളിറ്റിയും ലോ കിലോമീറ്റർ, ഏകദേശം 40,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. നല്ല കണ്ടീഷൻ വാഹനമാണ്. നമുക്ക് മുടക്കണ പൈസക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. പിന്നെ കുറച്ച് വലിയ ടൈപ്പ് വാഹനമാണ്. മൈലേജും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം കൂടിയാണ് കേട്ടോ. നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു സെൻ എസ്റ്റിലോൻ്റെ ഇൻട്രോ. ഇനി നമുക്ക് ഈ ഒരു വാഹനം ഫുള്ള് കണ്ടുവരാം. ഇനി എൻ്റെ ഔട്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് എൻ്റെ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത് സെന്നിൻ്റെ എസ്റ്റിലോ. അപ്പോൾ എസ്റ്റിലോനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2 മോഡൽ ഷേപ്പിലാണ് എസ്റ്റിലോ വന്നിരുന്നത്. പണ്ട് പെട്ടെന്നൊരു പണ്ടത്തെ ഒരു മാറ്റിസിൻ്റെ ഒക്കെ ഒരു ഫ്രണ്ട് വരുന്ന രീതിയിലുള്ളൊരു മോഡലാണ് വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡൽ ചേഞ്ചിലേക്ക് വന്നത്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ എസ്റ്റിലോയ്ക്ക്. വേറൊന്നുമല്ല, നല്ല മൈലേജ് കിട്ടി ഈ വാഹനത്തിൽ. എനിക്കാണ് ഈ ഒരു കാറ്റഗറിയിൽ പെട്രോൾ വാഹനത്തിൽ മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നത് ഈ ഒരു സെൻ എസ്റ്റിലോനാണ്. എനിക്കറിയാവുന്ന ഒരു വാഹനത്തിന് ഒരു 18ഓളം മൈലേജ് ഈസി ആയിട്ട് കിട്ടുമായിരുന്നു. 18 മുകളിലേക്ക് കിട്ടും, പക്ഷേ 18 ഷുവറായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വാഹനം കൂടിയാണ് ഈ ഒരു സെൻ എസ്റ്റിലോ. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സെൻ എസ്റ്റിലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പക്ക ബോഡി ക്വാളിറ്റിയുള്ള വാഹനമാണ് കേട്ടോ. വാഹനത്തിൻ്റെ ലുക്ക് നോക്കാം. ഒരു രീതിയിലുള്ള ചെറിയ പൊട്ടിക്ക് പോലും സ്ക്രാച്ച് ഒരു സംഭവം പോലും നമുക്കിവിടെ ഈ വാഹനത്തിൽ കിട്ടുന്നില്ല. അത്രയ്ക്ക് നീറ്റായിട്ട് ഉപയോഗിച്ച വാഹനം. റൂഫിൽ നോക്കാം കേട്ടോ, നല്ല ഭംഗി നിൽക്കുന്ന വാഹനം. അതുകൂടാതെ തന്നെ നമുക്ക് വീൽ ആർച്ച് നോക്കാം. വീൽ ആർച്ച് ആയാലും നല്ല ക്വാളിറ്റി തന്നെ നീറ്റായിട്ട് ഇങ്ങനെ വീൽ ആർച്ച് കാണാം. ടയർ കണ്ടീഷൻ നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സാണ്. അതേപോലെ വീൽ കപ്പൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ബോണറ്റ് നോക്കാം. ബോണറ്റ് നല്ല ക്വാളിറ്റി കിട്ടുന്നു. അതേപോലെ നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഹെഡ് ലാമ്പ്സൊക്കെ നോക്കാം. പുത്തൻ മയങ്ങാത്ത ഹെഡ് ലാമ്പ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. അതുകൂടാതെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സും നല്ല ക്വാളിറ്റിയിൽ നീറ്റായിട്ടിരിക്കുന്ന ബമ്പേഴ്സാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോവർ പോർഷനിലായിട്ട് നമുക്കിവിടെ ഫോഗ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിനി ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ വീൽ ആർച്ച് നോക്കാം. വീൽ ആർച്ചൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന വീൽ ആർച്ചാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഗ്രിപ്പ് നോക്കാം. നല്ല ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണാം. അതേപോലെ 2 ഡോറ് കാണാം. 2 ഡോറും ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന 2 ഡോർസ് നിങ്ങൾക്കിവിടെ കാണാം. പൊടിക്കോടെ സ്ക്രാച്ചില്ല. ഇവിടെയും വീൽ ആർച്ച് നോക്കാം. ടയർ കണ്ടീഷനൊക്കെ നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയറാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നല്ലൊരു സ്പോയിലർ നമുക്ക് ഈ വാഹനത്തിനൊപ്പം തന്നെ കിട്ടുന്നുണ്ട്. കണ്ടോ, ഫുൾ കവർ ചെയ്തൊരു സ്പോയിലർ വരുന്നുണ്ട്. അതേപോലെ ടെയിൽ ലാമ്പൊക്കെ വരുന്നുണ്ട്. കുറച്ച് ലോവർ പോർഷനിലേക്ക് വരണമെങ്കിൽ ഇവിടെ നമുക്ക് മാരുതി സുസുക്കിയുടെ ബാഡ്ജിങ് കാണാം. അതേപോലെ തന്നെ ഇവിടെ LXIയുടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ എസ്റ്റിലോൻ്റെ ബാഡ്ജിങ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ബമ്പേഴ്സൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. റൈറ്റ് സൈഡിലേക്ക് വരാൻ, റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ 2 ഡോറ് നോക്കാം. 2 ഡോറും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന 2 ഡോർസ് നിങ്ങൾക്കിവിടെ കാണാം. ഇനി നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെട്ടേക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു എന്താ പറയുക, ഒരു ബ്രൗൺ തീമിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ പോയേക്കണം. ഇവിടെ നമുക്ക് പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെയും ക്വാളിറ്റി നോക്കാം. സീറ്റ്സ് ആയാലും ഇൻറ്റീരിയേഴ്സ് ആയാലും നല്ല ഭംഗി തന്നെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി വിശദമായിട്ടൊന്ന് പരിചയപ്പെട്ടേക്കാം. ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെയിം ടോൺ തന്നെ വന്നേക്കണം. പവർ 108 കിലോമീറ്റർ കാണിച്ചു തന്നേക്കാം. വെറും 40,600 കിലോമീറ്റർ മാത്രമേ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. മിഡിൽ നമുക്ക് പവർ പൈനിയറിൻ്റെ മ്യൂസിക് സിസ്റ്റമൊക്കെ വരുന്നുണ്ട്. ഡാഷൊക്കെ നീറ്റായിട്ട് നിങ്ങൾ ഡാഷ്ബോർഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഫ്ലോർ മാറ്റും അതേപോലെ തന്നെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിയർ ഭാഗം നോക്കിക്കാം. റിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്വാളിറ്റി മെയിൻ ചെയ്യുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാം. റൂഫിൽ പൊടിക്ക് ചെറിയൊരു അഴുക്ക് നിൽക്കുന്നുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണിക്കാനുള്ളത്. ഇനി പോയി ഒന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചിട്ട് ഈ വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ നോക്കിക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയും നമുക്ക് പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ 2 ഡോറിനും പവർ വിൻഡോസ് ഉണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ സീറ്റ് കവേഴ്സൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നു. ലെഗ് റൂമൊന്നും കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാഹനത്തിനൊപ്പം തന്നെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ മൊത്തത്തിൽ വ്യൂ നോക്കാം. കണ്ടോ, നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വാഹനമായിട്ടാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബോണറ്റ് ഒന്ന് അപ്പ് ചെയ്തിട്ട് എൻജിൻ ഭാഗം ഒന്ന് പരിചയപ്പെട്ടേക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ലിഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗത്ത് എന്താണ് സംഭവം കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ഭാഗം കേട്ടോ. നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന എൻജിൻ ഭാഗമാണ്. എന്തെങ്കിലും രീതിയിലുള്ള ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന എൻജിൻ. അതേപോലെ അഡ്ജസ്റ്റൊക്കെ നോക്കാം. എന്തെങ്കിലും ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് പാപ്പറോണോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള വണ്ടിയാണ് നോക്കാം. ഇവിടെ നോക്കാം. അഡ്ജസ്റ്റ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അഡ്ജസ്റ്റാണത്. അതേപോലെ ലിഡാണെങ്കിൽ കമ്പനി ഇവിടെ
എൻജിൻ്റെ സൈഡൊക്കെ ഒന്ന് കാണിച്ചു തന്നേക്കാം. കണ്ടോ, ഇത്രയും നീറ്റായിട്ട് നിൽക്കുന്ന വാഹനമാണിത്. ഇവിടെ ബാറ്ററിയൊക്കെ പവർഫുൾ ബാറ്ററി തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി വാഹനത്തിൻ്റെ എഡ്ജസ് ഒന്ന് കാണിച്ചു തന്നേക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. നീറ്റായിട്ട് നിൽക്കുന്ന ഒരു എഡ്ജസ്സാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചതിന് ശേഷം ഈ വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ നോക്കിക്കാം. പാസഞ്ചർ സൈഡിൽ ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ്. ഓക്കെ, ഇവിടെ നിന്നാണ് കീ വന്നേക്കണം. കീ എടുത്തിട്ട് നമുക്ക് ഇവിടെ തന്നെ ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് എൻജിൻ ഭാഗത്ത് ബൂട്ട് സ്പേസിൽ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നോക്കിക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാറിനെ കവർ ചെയ്യാനുള്ള ഒരു കവർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടെങ്കിൽ നീറ്റായിട്ട് നിൽക്കുന്ന പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കണ്ടോ, നല്ല ഭംഗിയിൽ ഇരിക്കുന്ന പ്ലാറ്റ്ഫോം. അതേപോലെ അഡ്ജസ്റ്റ് നോക്കാം. അഡ്ജസ്റ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആണോ, ലോവർ പോർഷനും കാര്യങ്ങളും ഇവിടെ നോക്കിയേക്കാം. ഹെഡ് ലാമ്പ്സും ടെയിൽ ലാമ്പ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ആണോ, എഡ്ജസൊക്കെ ഓക്കെയാണ്. ഇവിടെയും ലിഡിൻ്റെയും കൂടി എഡ്ജസും കൂടി ഞാനൊന്ന് കാണിച്ചു തന്നേക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ചൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ എനേബിൾ ഉണ്ട്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ മാരുതി S11 ആ ഒരു എൻജിൻ ഭാഗമാണ്. ടയർ കൂടി കാണിച്ചു തന്നേക്കാം. നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സാണ് നമുക്ക് ഈ വാഹനത്തിന് പോലെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു Zen Estilo കണ്ടു കഴിഞ്ഞു. എങ്ങനെയുണ്ട് വാഹനം? നല്ല കലക്കം വാഹനമല്ലേ? നല്ല അടിപൊളി വാഹനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ വാഹനം. അപ്പോൾ ഇത് 2010 ഇതിൻ്റെ മോഡൽ വന്നേക്കുന്നത്. 2010 മോഡൽ വാഹനം. അതുകൂടാതെ തന്നെ ഇത് കിലോമീറ്റർ ആണ് അടുത്ത ഹൈലൈറ്റ്. 40,000 കിലോമീറ്റർ മാത്രമേ വാഹനത്തിന് കവർ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. റേറ്റ് പറഞ്ഞേക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് എല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. ഈ ഒരു Zen Estiloൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,73,000 റുപ്പീസാണ് ആസ്കിംഗ് പ്രൈസ്. അത് നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ നമ്മളത്തേക്ക് വിളിക്കാം. കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ ലോൺ വേണ്ട സുഹൃത്തുക്കൾ അതും കൂടി എടുത്ത് പറഞ്ഞേക്കാം. ലോൺ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ. ടേക്ക് കെയർ.